വെൽക്കം ടു എക്സാം. അപ്പോൾ നമ്മുടെ സബ് എഞ്ചിനീയർ എക്സാം ഒക്കെ കഴിഞ്ഞു. അപ്പൊ എല്ലാവരും എന്താ പറയുക, കുറെ പേര് ഡെസ്പായിട്ട് ഇരിക്കുന്നുണ്ടാവും, കുറെ പേര് എന്താ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടാവും അല്ലെ. അപ്പം ഇതിൽ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും വേണ്ടി ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കംപ്ലൈന്റ് ചെയ്യാം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ പ്രൊഫൈലിൽ കയറിയിട്ട് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാം, അതായത് ആൻസർ കീയിലുള്ള കംപ്ലൈന്റ് നിങ്ങൾക്ക് വിത്ത് റെഫറൻസ് എങ്ങനെ റിക്വസ്റ്റ് എങ്ങനെ അപ്ലൈ എങ്ങനെ സബ്മിറ്റ് ചെയ്യാന്നുള്ളതാണ് രണ്ടാമത് പറയാൻ പോകുന്നത്. പിന്നെ ഇനി എന്താണ് നമ്മൾ KSEB സബ് എഞ്ചിനീയർ എക്സാം കഴിഞ്ഞു, അപ്പൊ ഇനിയിപ്പം എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങളുടെ മുമ്പിലുള്ളത് എന്നുള്ള കാര്യങ്ങളും, അതേപോലെ എക്സാമിന്റെ ഒരു അനാലിസും കാര്യങ്ങളും, പിന്നെ നമ്മൾ എന്താ അവസാനം നമ്മൾ കട്ട് ഓഫും നമ്മൾ പറയുന്നുണ്ടാവും. ഓക്കെ, അപ്പം ഇതില് ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെങ്കിൽ KSEB സബ് എഞ്ചിനീയർ എക്സാം എന്താ ഇപ്രാവശ്യം ഇപ്പം കേരള PSC ഇപ്പം നടന്ന ഇതിനടക്കാണ് ഇൻസ്പെക്ടർ എക്സാം, അതേപോലെ ഓവർസിയർ, PWD ഓവർസിയർ, അതേപോലെ എന്താ സബ് എഞ്ചിനീയർ അല്ലെ. അപ്പൊ അതിനൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടാവും. ഓവർസിയറിന്റെ കേസിലേക്കാണെങ്കിൽ പിന്നെയും എന്താ പറയണ്ടേ, കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ സബ് എഞ്ചിനീയറിന്റെ കേസിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എന്താ സിമ്പിൾ ആണല്ലേ, ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ടായിരിക്കും എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാവുക. പക്ഷേ ആ ഓപ്ഷൻസ് നോക്കുമ്പോൾ എന്താ നിങ്ങൾക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ അവിടെ വന്നിട്ടുണ്ടാവും അല്ലെ. പലർക്കും നമ്മൾ കുറെ സ്റ്റുഡൻസിനെ ഫേസ് ചെയ്ത ഒരു ഇഷ്യൂ ആണ് എന്ത്, നിങ്ങൾക്ക് തന്നെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നുന്നു, പക്ഷെ നേരെ ഓപ്ഷൻസിലേക്ക് വരുമ്പോൾ എന്താ കൺഫ്യൂസിങ് ആയിട്ട് പലർക്കും തോന്നിയിട്ടുണ്ടാവും. അതേപോലെ ചിലവർ എന്ത് ഫസ്റ്റ് നോട്ടത്തിൽ തന്നെ എന്ത് ഓപ്ഷൻ ബി നോക്കുമ്പോൾ ഓപ്ഷൻ ബി ആയിട്ട് തോന്നിയിട്ടുണ്ടാവും, പക്ഷെ നേരെ ഓപ്ഷൻ ഡിയിലേക്ക് പോകുമ്പോൾ ഓപ്ഷൻ ഡി ആണോ എന്നുള്ള രീതിയിൽ കൺഫ്യൂഷൻ ഉണ്ടാവുക. എന്നിട്ട് അവർ നേരെ ചിലപ്പോൾ എന്ത് നേരെ ഓപ്ഷൻ ബി കാണുമ്പോൾ ഓപ്ഷൻ ബി തന്നെ നേരെ എന്ത് കറക്കി കുത്തിയല്ല ഓപ്ഷൻ ബി തന്നെ കറപ്പിച്ച ആളുണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെ എന്ത് മിസ്റ്റേക്സ് വന്നിട്ടുണ്ടാവും. കുറെ പേർക്ക് എന്ത് ഈ ഒരു ഇഷ്യൂ ഉണ്ട്, അതായത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്ത് വളരെ സിമ്പിൾ ആയിട്ടാണ് ഉണ്ടാവുക, പക്ഷെ ക്വസ്റ്റ്യൻ എന്താ പറയണ്ടേ ഓപ്ഷനിൽ എത്തിയിട്ട് പിന്നെ രണ്ടാമത് വീണ്ടും ചിന്തിക്കുമ്പോഴാണ് അതങ്ങനെ ആയിരുന്നില്ലേ എന്നുള്ള ഇതിൽ എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പലർക്കും എന്ത് ഈ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ കുറെ പേര് എന്ത് ഇങ്ങനെ നെഗറ്റീവ് അടിച്ചിട്ടുണ്ട്. ഓക്കെ, എക്സാം എഴുതിയാൽ കുറെ പേര് എന്ത് ഇതേപോലെ എന്താ പറയുക ഈ ഒരു മിസ്റ്റേക്ക് കുറെ പേർക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ എന്ത് നമ്മളെ എക്സാമിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വരുന്ന കട്ട് ഓഫിനും എല്ലാത്തിനും എന്ത് എഫക്ട് ചെയ്യും. കുറെ പേർക്ക് എന്ത് ഇതേപോലെ നെഗറ്റീവ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ നെഗറ്റീവ് വന്ന പോലെ കുറെ പേരുണ്ടാവും, അവരെന്താ വീഡിയോയുടെ താഴെ നിന്ന് കമന്റ് ചെയ്യാം. അപ്പൊ അങ്ങനെ ആവുമ്പോൾ നമുക്കത് അനാലിസ് ചെയ്യാൻ വേണ്ടി പറ്റും. എത്ര പേർക്ക് ഇതേപോലെ ഇഷ്യൂസ് ഉണ്ട്, കുറെ പേര് ഇതേപോലെ നെഗറ്റീവ് അടിച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ നമുക്കത് പറയാൻ വേണ്ടി പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചലഞ്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇത് ക്വസ്റ്റ്യൻ കോഡ് എ ആണ്, PSCയുടെ സൈറ്റിലുള്ളതാണ്. അപ്പൊ ഇതില് എന്ത് VAR-ഉം PVC-യും അല്ലെ. അപ്പൊ അതില് PSCയുടെ ഓപ്ഷൻ ഏതാ ഉള്ളത്, ക്ലീറ്റ് വയറിംഗ് ആണ് ഉള്ളത്. അവിടെ എന്താ കണ്ടുവിട്ട് വയറിംഗ് കൂടി നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾ ഭട്ടാചാര്യയുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ ഇത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഭട്ടാചാര്യയുടെ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് എന്താ റെഫർ ചെയ്യാം, റെഫർ ചെയ്തിട്ട് എന്താ കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, അതേപോലെ എർത്ത് വയറിന്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 40SWG ആണ് ആൻസർ കീയിൽ കൊടുത്തേക്കുന്നത്, പക്ഷെ ഈ ഒരു ക്വസ്റ്റ്യനിൽ സ്റ്റേറ്റ്മെന്റ് തന്നെ അവിടെ മിസ്റ്റേക്ക് ഉണ്ട് അല്ല. അപ്പൊ ഇതിൽ മിനിമം ഷാൽ നോട്ട് ബി ലെസ് ദാൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. എന്നാലും മാത്രമേ നമുക്ക് ഇവിടെ എന്തെങ്കിലും 40SWG എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അവിടെ സ്റ്റേറ്റ്മെന്റ് തന്നെ അവിടെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചലഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, ഭട്ടാചാര്യയുടെ ടെസ്റ്റ് നോക്കാം. അതേപോലെ ഡിജിറ്റൽ വോൾട്ട്മീറ്ററിന്റെ കേസിലാണെങ്കിൽ ക്വസ്റ്റ്യൻ എന്താ ഇൻകംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ആണ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ നിങ്ങൾക്ക് കംപ്ലൈന്റ് കൊടുക്കാവുന്നതാണ്. പിന്നെ 58ാമത്തെ ക്വസ്റ്റ്യന്റെ കേസിൽ വൈൻഡിങ് സ്ട്രക്ചറിന്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മോർ ഇൻസുലേഷൻ എഴുതാൻ വേണ്ടി സാൻഡ്വിച്ച്ഡ് ആണ് കൊടുത്തേക്കുന്നത്, സാൻഡ്വിച്ച്ഡ് കറക്റ്റ് ആണ്. അവിടെ എന്താ കോൺസെൻട്രേറ്റ് വൈൻഡിങ് കൂടി വേണമെങ്കിൽ നമുക്ക് അവിടെ പറയാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. പിന്നെ എന്താ SCRന്റെ കേസിലാണെങ്കിൽ ഇവിടെ എന്താ റെഡ്യൂസിങ് ആനോഡ് വോൾട്ടേജ് 0 എന്നുള്ളതാണ് PSC പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് മാത്രം പോരാ, അതുകൊണ്ട് നമുക്ക് ഇവിടെ നൺ ഓഫ് ദി അബോവ് എന്നുള്ള ഓപ്ഷൻ കൂടി ഉണ്ടായതുകൊണ്ട് നമുക്ക് ഇതായാലും കുറച്ചും കൂടി കൺവീനിയന്റ് ആയിട്ട് വരുന്നുണ്ടാവാം. ഓക്കെ, അപ്പോ ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചലഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതേപോലെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി കഴിഞ്ഞാൽ ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് എങ്ങനെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാം എന്നുള്ളതാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഇതിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഫസ്റ്റ് നിങ്ങളുടെ PSCയുടെ പ്രൊഫൈലിൽ കയറാം. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ PSCയുടെ പ്രൊഫൈലിൽ കയറാം. PSCയുടെ പ്രൊഫൈലിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിന്റെ താഴെ എന്ത് ചെയ്യാം, ആൻസർ കീ കംപ്ലൈന്റ് എന്നുള്ളൊരു ഓപ്ഷൻ അവിടെ ഉണ്ടാവും. ഓക്കെ, ആൻസർ കീ കംപ്ലൈന്റ്.
ആ ആൻസർ കീ കംപ്ലൈന്റ് അവിടെ തന്നെ ഒരു ഫയൽ കംപ്ലൈന്റ് ആൻസർ കീ കംപ്ലൈന്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം, ഫയൽ കംപ്ലൈന്റ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, ഫയൽ കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അപ്പൊ ഫയൽ കംപ്ലൈന്റ് എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എന്ത് വരും, കുറെ ഓപ്ഷൻസ് വരും. ഡേറ്റ് ഓഫ് എക്സാം, അതേപോലെ ഏത് എക്സാം, ഡേറ്റ് ഓഫ് എക്സാം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് എക്സാം ആണെന്നുള്ളത് താഴെ വരുന്നുണ്ടാവും. പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ, ക്വസ്റ്റ്യൻ കോഡ് എല്ലാവർക്കും എ ആണ് വരുന്നുണ്ടാവും. നമ്മുടെ പ്രൊഫഷണൽ ആൻസർ കീയിൽ എ ആണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ ഏതാണ് ബ്രാക്കറ്റിൽ എ ആണെന്നുള്ള അവിടെ ഉണ്ടാവും. അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ ഏത് ക്വസ്റ്റ്യൻ നമ്പർ ആണെന്നുള്ള നിങ്ങൾ കൊടുക്കുക. അതിനുശേഷം എന്താണ് നിങ്ങളെ കംപ്ലൈന്റ് എന്നുള്ള കാര്യം പറയാം. ഓക്കെ, എന്താണ് നിങ്ങളുടെ കംപ്ലൈന്റ് എന്നുള്ള കാര്യം പറയാം. അതിനുശേഷം എന്താണ് റെഫറൻസ്, ഏത് ബുക്കാണ്, ഏതാണ് റെഫറൻസ് എന്നുള്ള കാര്യം അതും നിങ്ങൾ പറയാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾക്ക് പി എസ് സിയുടെ സൈറ്റിൽ കയറി കംപ്ലൈന്റ് രജിസ്റ്റർ. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ തുളസി സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്ത ശേഷം പ്രൊഫൈലിന്റെ നേരെ താഴെ ആൻസർ കീ കംപ്ലൈന്റ് എന്ന് പറഞ്ഞ ആൻസർ കീ കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും. അപ്പൊ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫയൽ കംപ്ലൈന്റ് കൊടുക്കുക. ഫയൽ കംപ്ലൈന്റ് കൊടുക്കുമ്പോൾ അവിടെ ഡേറ്റ് ഓഫ് എക്സാം ചോദിക്കുന്നുണ്ടാവും. അതേപോലെ അതിന്റെ താഴെ ഏത് എക്സാം ആണെന്ന് വെച്ചാൽ അത് വന്നിരുന്നുണ്ടാവും. പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ ചോദിക്കുന്നുണ്ടാവും. എന്ന് പറയുന്ന കോഡ് നിങ്ങളുടെ ഒരിക്കലും നിങ്ങൾ തെറ്റിക്കണമെന്ന് വെച്ചാൽ നിങ്ങളുടെ കോഡ് വെച്ചിട്ട് കൊടുക്കരുത്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കോഡ് പി എസ് സി തന്നിട്ടുണ്ട്. അപ്പൊ കോഡിലുള്ള ക്വസ്റ്റ്യൻ നമ്പർ വെച്ചിട്ട് നിങ്ങൾ ചാലഞ്ച് ചെയ്യണം. അല്ലാണ്ട് തെറ്റിക്കില്ല. അത് തെറ്റിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ വാലിഡ് ആവില്ല. ഓക്കെ, എന്ന് പറയുന്ന കോഡിലെ ക്വസ്റ്റ്യൻ നമ്പർ വെച്ചിട്ട് നിങ്ങൾ നോക്കുക. എന്നിട്ട് അതിന്റെ താഴെ എന്താണ് കംപ്ലൈന്റ് എന്ന് പറയാം. പിന്നെ റെഫറൻസ് പറഞ്ഞിട്ട് സബ്മിറ്റ് ചെയ്താൽ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ കംപ്ലൈന്റ് ഉണ്ടാവുക. ഇനി ഇപ്പൊ നമുക്ക് ഇതിന്റെ കട്ട് ഓഫിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും നിങ്ങൾക്ക് അറിയാം ഏകദേശം 30,000-ഓളം ആൾക്കാരാണ് എന്ത് ചെയ്തേക്കുന്നത്, കൺഫർമേഷൻ കൊടുത്തേക്കുന്നത്. ഓക്കെ, 30,000-ഓളം ആൾക്കാരാണ് കൺഫർമേഷൻ കൊടുത്തേക്കുന്നത്. അതിൽ അറ്റൻഡൻസ് എത്രയാണെന്നില്ലാതെ നമുക്ക് അറിയില്ല. ഓക്കെ, അറ്റൻഡൻസ് എത്രയാണെന്നില്ലാതെ നമുക്ക് അറിയില്ല. അതേപോലെ നമ്മളിപ്പം എന്താ പറയണ്ടേ, ഒരു സ്മോൾ വോളിയത്തിൽ നിന്നാണ് ലാർജ് വോളിയത്തിലേക്ക് നമ്മൾ കമ്പയർ ചെയ്യുന്നത് അല്ലെ. നമ്മളിപ്പം ഇപ്പൊ ഇലക്ഷന്റെ റിസൾട്ട് ഒക്കെ പറഞ്ഞില്ലേ, സ്മോൾ വോളിയത്തിൽ നിന്നാണ് ലാർജ് വോളിയത്തിലേക്ക് ലാർജ് വോളിയത്തിലേക്ക് നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോ ആ ഒരു എന്താ പറയണ്ടേ, ചിലപ്പോ ഒരു ഫാക്ടർ അവിടെ നമ്മൾ എഫക്ട് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, എന്നിരുന്നാലും എന്താ പറയണ്ടേ, ഇതിൽ പല ഫാക്ടേഴ്സും ഉണ്ട്. ഇതേപോലെ എത്ര റാങ്ക് ലിസ്റ്റിൽ എത്ര ആൾക്കാരെയാണ് പി എസ് സി ഇൻക്ലൂഡ് ചെയ്യുന്ന നിലയിൽ നമുക്കറിയില്ല. ഓക്കെ, അപ്പോ അതൊക്കെ പല ഫാക്ടേഴ്സും ഇതിലുണ്ട്. അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെ കംപ്ലൈന്റ് കൊടുക്കാനുണ്ട് അല്ലെ. അപ്പൊ പല ഫാക്ടേഴ്സും ഉണ്ട്. എന്നിരുന്നാലും നമ്മളെ ഒരു കാഴ്ചപ്പാടിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇത് 100% അക്യുറേറ്റ് തന്നെ ആവണം നിർബന്ധമില്ല. ഓക്കെ, അപ്പോ നമുക്ക് ജസ്റ്റ് ഏതായാലും നമുക്കൊന്ന് അതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് അനാലിസിസ് നമുക്ക് നടത്തി നോക്കാം. ഓക്കെ, അപ്പോ നമ്മളൊരു കണക്ക് പ്രകാരം ഒരു 80+, ഓക്കെ, ഒരു 80+ മാർക്കുള്ള ഒരു 30 സ്റ്റുഡൻസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഒരു 80+ മാർക്കുള്ള ഒരു 30 സ്റ്റുഡൻസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, 80+ മാർക്കുള്ള ഒരു 30. ഈ 30 എന്നുള്ളത് ചിലപ്പോൾ 30 to 40 അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലായിരിക്കും എന്തായാലും ഉണ്ടാവുക. ഓക്കെ, അതിൽ കൂടുതൽ എന്തായാലും ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്നാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാട്. 80+ ഉള്ള ഒരു 30. അതേപോലെ ഒരു 70 to 80 എന്ന് പറയുന്ന റേഞ്ചിൽ എത്ര, ഒരു 100 പേരായിരിക്കും ഉണ്ടാവുക. ഓക്കെ, 70 to 80 എന്ന് പറയുന്ന റേഞ്ചിൽ ഒരു 100 പേരുണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു 60 to 70 എന്നുള്ള റേഞ്ചിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഏകദേശം എത്ര, ഒരു 300 ആൾക്കാരുണ്ടാവും. ഓക്കെ, 60 to 70 എന്ന് പറഞ്ഞ റേഞ്ചിൽ ഒരു 300 ആൾക്കാരായിരിക്കും ഉണ്ടാവും. അതായത് 80+ മാർക്കുള്ള ഒരു 30 പേരുണ്ടാവും. അതേപോലെ 70 to 80 എന്നുള്ളത് 100 to 150 വരെ പോവാം. ഓക്കെ, ആ ഒരു റേഞ്ചിൽ നമുക്ക് കുറച്ചധികം പേര് ആ ഒരു റേഞ്ചിൽ ഉണ്ടാവും. ഓക്കെ, പിന്നെ 60 to 70 എന്നുള്ള ഒരു 300 to 350 എന്നുള്ള റേഞ്ചിലേക്ക് നമുക്ക് പോവാം. പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ 50 to 60 എന്ന് പറയുന്ന റേഞ്ചിലും അതേപോലെ ഈ 60 to 70 എന്ന് പറഞ്ഞ റേഞ്ചിലാണ് ഉള്ളത്. ഓക്കെ, ഇത് 600+ ആൾക്കാർ എന്തായാലും 50 to 60 എന്ന് പറഞ്ഞ റേഞ്ചിലുണ്ടാവും. ഈ 60 to 70 എന്ന് പറഞ്ഞാൽ 300 to 400 ആ ഒരു റേഞ്ചിലൊക്കെ ആൾക്കാർ വരാം. ഓക്കെ, 60ക്കും 70ക്കും ഇടയിൽ ഒരു 300, 400 ആൾക്കാരുണ്ടാവാം. അതേപോലെ 50നും 60നും ഇടയ്ക്ക് ഒരു 600+ ആൾക്കാരുണ്ടാവാം. ഓക്കെ, 600 to 700, 600 to 800 എന്നുള്ള ഒരു റേഞ്ചിലേക്ക് നമുക്ക് വരാം. ഓക്കെ, അപ്പം ഇതില് ഒരു എന്താ പറയുക, ഒരു 1000+ ആൾക്കാർ, ഒരു 1100+ ആൾക്കാരെയാണ് മെയിൻ ലിസ്റ്റിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം. ഓക്കെ, 1100+ ആൾക്കാരെ നമുക്ക് നമ്മുടെ ലിസ്റ്റിൽ ഉൾക്കൊള്ളുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു 50+ കട്ട് ഓഫ് നമുക്ക് അവിടെ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, 50+ കട്ട് ഓഫ് നമുക്ക് അവിടെ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആൾക്കാരെ കൂടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ച് നമുക്ക് കട്ട് ഓഫ് പറയുന്നുണ്ടാവും. ഒരു 50+ ഉള്ള ഒരു കട്ട് ഓഫ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, 50+.
ഓക്കെ. 50+ എന്ന് പറയുമ്പോൾ നമുക്കത് പ്ലസ് ഓർ മൈനസ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 5 അല്ലെങ്കിൽ ഒരു 3 എന്നുള്ള റേഞ്ചിൽ നമുക്ക് അവിടെ പറയാൻ വേണ്ടി പറ്റും. Okay. അപ്പോ 50 അബോവ് ഉള്ളവര് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം. ഓക്കെ. പക്ഷെ എന്നിരുന്നാലും ഇതൊക്കെ ഇതെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ഒരു ചെറിയൊരു വോളത്തിൽ നമ്മൾ ലാർജ് വോളത്തിലേക്ക് നമ്മൾ അവിടെ കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ കൺവേർട്ട് ചെയ്യുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും എന്താ ഒരു എറർ ഫാക്ടർ ഉണ്ടാവാം. ഓക്കെ. പക്ഷെ എന്നിരുന്നാലും ജസ്റ്റ് ഒരു 80% ആൾക്കാർ 30 ആൾക്കാർ അങ്ങനെ ഉണ്ടാവുള്ളൂ എന്നാണ് നമ്മൾ എക്സ്പെക്ടേഷൻ. 70 to 80, 100 to 150 റേഞ്ച്. അതേപോലെ 60 to 70 എന്ന് പറഞ്ഞാൽ ഒരു 300 to 400 റേഞ്ച്. അതുപോലെ 50 to 60 എന്ന് പറഞ്ഞാൽ 600+ ആൾക്കാരെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പൊ 1100+ ആൾക്കാരാണ് നമ്മൾ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 50+ ആൾക്കാർ, ഒരു 50 പ്ലസ് ഓർ മൈനസ് എന്നുള്ള ഒരു കട്ട് ഓഫ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ. അപ്പൊ ഇനിയിപ്പം നിങ്ങളിപ്പം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോ ഈ ഒരു മാർക്ക് ലിസ്റ്റിലാണോ അല്ലെങ്കിൽ ഈ ഒരു ഇതിന് താഴെ മാർക്കാണോ എന്നിരുന്നാലും എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളിപ്പം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ എന്ത് ചെയ്യാം പ്രിപ്പറേഷൻ ഒരിക്കലും എന്ത് ചെയ്യാം നിർത്തരുത്. ഓക്കെ. നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒരിക്കലും നിർത്തരുത്. ഇനിയിപ്പം നിങ്ങൾക്കിപ്പം ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയിപ്പം മെയിൻ ആയിട്ട് ഡിപ്ലോമ നമ്മളെ ഇപ്പൊ ഒരാണെങ്കിൽ നിങ്ങൾക്ക് എന്താ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ മെയിൻ ആയിട്ടുണ്ട് അല്ലെ, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ മെയിൻ ആയിട്ടുണ്ട്. അതേപോലെ ഇലക്ട്രീഷ്യൻ എക്സാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ, കുറെ പേർക്ക് ഇലക്ട്രീഷ്യൻ എക്സാമിന്റെ ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്നതൊക്കെ ഉണ്ട്. അതൊക്കെ എന്ത് നിങ്ങൾ ട്രൈ ചെയ്യാം. വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ മെയിൻ ആയിട്ട് ട്രൈ ചെയ്യാം. ഇനിയിപ്പം ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ എന്താ ലെക്ചറർ ഇൻ പോളി ഉണ്ട്. അതേപോലെ എന്തുണ്ട്, നമ്മുടെ AE ഉണ്ട് KSEB. അതേപോലെ MTech ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എന്താ നിങ്ങൾക്ക് ഇത് രണ്ടും ഉണ്ട്, പ്ലസ് നിങ്ങളുടെ അസിസ്റ്റന്റ് പ്രൊഫസറും ഉണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോഴുള്ള എന്താ പറയണ്ടേ, ഇപ്പൊ ഈ ഒരു മാർക്കാണ് അല്ലെങ്കിൽ ഇപ്പൊ ഇതിൽ താഴെയുള്ള മാർക്കാണെന്ന് വിചാരിച്ച് നിങ്ങൾ ഒരിക്കലും എന്താ പ്രിപ്പറേഷൻ വൈൻഡ് അപ്പ് ചെയ്യരുത്. കാരണം നിങ്ങൾ എന്താ പ്രിപ്പയർ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതേപോലെ എന്താ പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ മറന്നു പോകുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുക. ഓക്കെ. അല്ലാതെ നമ്മൾ ഇന്നൊരു ദിവസം നമ്മൾ എന്താ ഇത്രയും പഠിച്ചുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിലില്ല, ഇനിയിപ്പോ അടുത്ത എക്സാം വരുമ്പോൾ അല്ലെങ്കിൽ എന്താ അടുത്ത ഒരു എന്താ പറയണ്ട എക്സാം ഡേറ്റ് വരുമ്പോൾ പഠിക്കാന്ന് പറഞ്ഞാൽ ഇതേപോലെ എന്താ നിങ്ങൾ ഈ ഒരു സെയിം സിറ്റുവേഷൻ ആയിരിക്കും നിങ്ങൾ ഇതിലൂടെ പോകുന്നുണ്ടാവുക. അപ്പൊ എന്താ വീണ്ടും നിങ്ങൾക്ക് എല്ലാം തൊട്ട് നിങ്ങൾ പഠിക്കേണ്ടി വരും. അപ്പൊ ബെറ്റർ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്ത് ചെയ്യാം, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എന്താ റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതേപോലെ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഫേസ് ചെയ്യുക, മാക്സിമം എഫേർട്ടും കാര്യങ്ങളൊക്കെ എടുക്കുക. ഓക്കെ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ എന്താ നിങ്ങൾക്ക് ഇനി 1 വീക്ക് വേണമെങ്കിൽ ബ്രേക്ക് എടുക്കാം. 1 വീക്ക് ബ്രേക്ക് എടുക്കുന്നതിനോട് വലിയ യോജിപ്പില്ല. കാരണം വെച്ചാൽ 1 വീക്ക് തന്നെ മതി നിങ്ങൾക്ക് എന്താ റിവിഷൻ ചെയ്തില്ലെങ്കിൽ എല്ലാം മറന്നു പോകാൻ വേണ്ടി. അപ്പോ പറ്റുന്നിടത്തോളം എന്ത് ചെയ്യാം, നാളെ തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. നിങ്ങളെ പ്രിപ്പറേഷൻ എന്ത് ചെയ്യാം ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാണ്ട് പഠിച്ചുകൊണ്ടേ ഇരിക്കുക. ഇനി അതേപോലെ എന്ത് ചെയ്യാം SSC JEE ആണെങ്കിലും അതേപോലെ കുറെ എക്സാംസ് വരാനുണ്ട് ഇനി. അപ്പൊ അതിനൊക്കെ എന്ത് ചെയ്യാം സെയിം സിലബസും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. SSC JEE കാണുന്നുണ്ടെങ്കിൽ നോൺ ടെക്നിക്കലും കൂടി വരുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പോ ഇത്രയും എക്സാംസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു എക്സാംസിനൊക്കെ വേണ്ടിയിട്ട് എന്താ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, മാക്സിമം എഫേർട്ടും കാര്യങ്ങളൊക്കെ എടുക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു റേഞ്ചിലല്ല നിങ്ങളുടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ ഈ ഒരു റേഞ്ചിലാണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിലും ഈ ഒരു റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ഒരിക്കലും എന്ത് ചെയ്യാം മെയിൻ ലിസ്റ്റ് വരണം നിർബന്ധമില്ല. കാരണം ഇതൊക്കെ നമ്മളെ എന്താ ജസ്റ്റ് ഒരു നമ്മളിപ്പം ഇത് പറയല്ലേ, ഒരു ഇലക്ഷൻ കഴിഞ്ഞാൽ ഇലക്ഷന്റെ പ്രീ പോൾ ഇത് പറയാറില്ലേ, സർവേ ചെയ്യാറില്ലേ, അതേപോലെ തന്നെ എന്താ ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു വോളത്തിനെ ലാർജ് വോളത്തിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നതാണ് അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താ പല ഫാക്ടേഴ്സ് ഇതിലുണ്ട്. അതുപോലെ വേക്കൻസി ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടോ. ഓക്കെ. അപ്പോൾ വേക്കൻസിന്റെ മെയിൻ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ. അപ്പൊ എന്നിരുന്നാൽ ഇതൊക്കെ എന്താ ജസ്റ്റ് ഒരു ഓവർവ്യൂ മാത്രമാണ്. ഓക്കെ. ജസ്റ്റ് ഒരു കാൽക്കുലേഷൻ മാത്രമാണ്. അപ്പോ ഇതിൽ കൂടുതൽ മാർക്ക് ചിലപ്പോൾ കിട്ടുന്നവരൊക്കെ ഉണ്ടാവാം. ഓക്കെ. 30 എന്ന് പറഞ്ഞ ഒരു നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ എനിവേ നിങ്ങൾ എന്ത് ചെയ്യാം മാക്സിമം എഫേർട്ടും കാര്യങ്ങളൊക്കെ എടുക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ. അപ്പോൾ നമുക്കൊരു വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. താങ്ക് യു.